ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സ്കൂൾ തുറക്കുവാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത്. അപ്പോൾ നാളെ മുതൽ കുറച്ചും കൂടെ നേരത്തെ എണീക്കണം. പിന്നെ കതവ് തുറന്നു നോക്കിയപ്പോൾ നമ്മളെ വെള്ളം പറ്റിയിട്ടില്ല. കാണുമ്പോൾ നല്ല രസമൊക്കെയാണ്, വെള്ളമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കതവ് തുറന്ന് കാണുമ്പോൾ. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ അപ്പുറത്തെ വഴിയൊക്കെയാണ് വരുന്നത്. പിന്നെ രാവിലെ എണീറ്റു, കാപ്പി ഇട്ടു. ചായ ഇടാറില്ല ഇപ്പം, ആർക്കും ചായ വേണ്ട. അപ്പോൾ കാപ്പി ഇട്ട് കുറച്ച് നേരം കാപ്പിയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. അപ്പോൾ ഇന്ന് പ്രവേശനോത്സവം കൊണ്ട് നമുക്ക് രാവിലെ അവരെ കൂടെ പോകണം. അപ്പോൾ രണ്ടുപേരും രണ്ട് സ്കൂളിലായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ രാവിലെ കാപ്പിക്ക് എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ദോശയും പിന്നെ നമ്മൾ സോയാബീൻ കറിയും ചെയ്യാമെന്ന് വിചാരിച്ചു. സോയാബീൻ ആകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, വീട്ടിൽ പിള്ളേർക്ക് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ സോയാബീൻ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ദോശ ചുടാം. നാളെ മുതലാണ് ഭയങ്കര അംഗം ഇവിടെ. കുളിക്കട, നനയ്ക്കട, കഴുകട എന്നും പറഞ്ഞുകൊണ്ട് ബഹളങ്ങളായിരിക്കും. എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം ഞാനിവിടെ കറി വെക്കാനായിട്ട് എടുത്തേക്കുന്നത് 2 സവാള, 1 ഉരുളൻകിഴങ്ങ്, 2-3 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഇത്രയാണ് കേട്ടോ എടുത്തേക്കുന്നത്. സോയാബീൻ കറി വെക്കാൻ വേണ്ടി നമ്മൾ സവാളയൊക്കെ അരിഞ്ഞ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ കടുവറുത്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഇത്രയാണ് ഇട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് വേവിക്കാം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മൾ സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട്. ദോശയും സോയാബീൻ കറി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് എണ്ണയൊക്കെ തേച്ച് ഇവിടെ കുളിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാം. അപ്പോൾ കുഞ്ഞിനെ ഇപ്പോൾ എല്ലാവരും വിളിക്കുന്ന മുടിയാന്നാണ് കേട്ടോ. മുടി വളർത്തിയേക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് നേർച്ചയൊന്നുമില്ല, എന്നാലും നമ്മൾ പളനി കൊണ്ടുപോകാമെന്നിങ്ങനെ വിചാരിക്കുവാണ്. അപ്പോൾ ഇവർ കുളിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഫുഡ് കൊടുക്കുകയാണ്. ഏറ്റവും വലിയൊരു ജോലിയാണ് കേട്ടോ ഇത് കഴിഞ്ഞാൽ എനിക്ക് പകുതി ജോലി തീർന്നെന്നാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ടിരുന്നത്. അപ്പം എൻ്റെ ടീഷർട്ട് എടുത്തിട്ട് തലയിൽ കൂടെ ഇട്ടേക്കുവാണ്, കാരണം വീഡിയോ എടുക്കാതിരിക്കും. അങ്ങനെ വഴക്കൊക്കെ പറഞ്ഞ് മാറ്റിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടുപേരും 2 സ്കൂളിലായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചേട്ടൻ്റെ മോള് ഇളയവൻ്റെ കൂടെ പോകാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ സ്കൂളിലെത്തി. അപ്പോൾ ഈ വർഷം മുതൽ എൻ്റെ മൂത്ത കുട്ടി പുതിയ സ്കൂളിലാണ് കേട്ടോ. നമ്മൾ വയനാടുള്ള ഹൈസ്കൂളിലാണ് ഇപ്പോൾ ചേർത്തേക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം ന്യൂ അഡ്മിഷനാണ് കേട്ടോ. ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ ഈ വർഷം. എൻ്റെ മൂത്ത കുട്ടി 7ാം ക്ലാസ്സിലായി, ഇളയത് 4ലായി. അപ്പോൾ കുട്ടികളെ എല്ലാവരും ഓരോ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 12:30 വരെയുള്ളൂ ക്ലാസ്. അപ്പം ഞാൻ പോയിട്ട് തിരിച്ച് വരണ്ടല്ലോ എന്ന് വെച്ച് ഞങ്ങൾ കുറച്ച് പേരൻസ് എല്ലാം അവിടെ തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു പ്ലീസ് സബ്സ്ക്രൈബർ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.